അപ്പം എൻ്റെ പോലെ കരിക്കരുതെന്ന് പറയാൻ കാരണം അപ്പോൾ അതാണ്. തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വേവിച്ച ചോറിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വറവിടാനുള്ള പ്രോസസ്സാണ്. ആദ്യം ഒരു ചീനച്ചട്ടിയിലേക്കോ എന്തിലേക്കെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യാണ് ഏറ്റവും ബെറ്ററാണ്. അതിനകത്തേക്ക് കുറച്ച് എന്താ പറയുക, കടുക്, പിന്നെ ഉഴുന്നും പരിപ്പും ഹാഫ് ടീസ്പൂൺ എടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നെപ്പോലെ ഇങ്ങനെ കരിക്കരുത്. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ്. പിന്നെ അത് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. പിന്നെ കറിവേപ്പിലയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്യുക. ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ആ ചോറിലേക്ക്, അതായത് തൈരും ചോറും മിക്സ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങോട്ട് കഴിക്കാൻ തുടങ്ങുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു വറവിട്ടപ്പോഴുള്ള ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയതിന് ഒരു പ്രശ്നം മാത്രമേ എൻ്റെ ഉള്ളൂ. എന്താ അറിയോ, ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പരിപ്പും ഉഴുന്നും വേറെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു. അതിട്ടപ്പം ഫോൺ എവിടെ വെക്കണം, പിന്നെ അതൊന്ന് വഴറ്റാനോ ഒന്നും സമയം കിട്ടിയില്ല. ഞാൻ പിന്നെ വെച്ചപ്പോഴേക്ക് അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞുപോയി. അതർവൈസ് ഇത് അടിപൊളിയാണ്.